ഇന്ന് വേൾഡ് മാരോ ഡോണർ ഡേ ആണ്. രക്താർബുദ ചികിത്സയ്ക്കായി രക്തമൂലകോശം ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരുടെ ഒരു ദിവസം. ഈ ഒരു അപൂർവ സംഗമത്തിൻ്റെ കഥ കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട്. രക്തമൂലകോശം മാറ്റി അർബുദത്തിൽ നിന്ന് അതിജീവിച്ച ഒരു 17 വയസ്സുകാരനും തൻ്റെ ദാതാവും തമ്മിൽ 2 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് കണ്ടുമുട്ടി. വികാരഭരിതമായ ഒരു കണ്ടുമുട്ടൽ. 2 വർഷത്തെ കാത്തിരിപ്പ്. 17-കാരനായ ആദിനാരായണൻ തന്റെ ജീവിതം തിരികെ നൽകിയ ആ ദാതാവിനെ കണ്ടു. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ആദിനാരായണന് 7-ാം വയസ്സിലാണ് രക്താർബുദം സ്ഥിരീകരിക്കുന്നത്. ജീവിതത്തിലേക്ക് തിരികെ എത്താൻ രക്തമൂലകോശം മാറ്റിവെക്കാതെ മറ്റു വഴികളില്ലെന്ന് 2 വർഷം മുൻപ് ഡോക്ടർമാർ വിധി എഴുതി. ബ്ലഡ് സ്റ്റെം സെൽസ് അഥവാ രക്തമൂലകോശം യോജിക്കാനുള്ള സാധ്യത 10,000-ൽ 1 മാത്രമാണ്. നിരവധി പരിശോധനകൾക്കൊടുവിൽ ഒരു ദാതാവിനെ അങ്ങനെ ആദിനാരായണന് ലഭിച്ചു. രക്തമൂലകോശം മാറ്റിവെച്ചു. പൂർണ്ണമായും രോഗത്തെ തോൽപ്പിച്ച ആദിനാരായണന് ഇതുവരെ തന്റെ ദാതാവിനെ അറിയില്ലായിരുന്നു. കാണാമറയത്തായിരുന്ന തന്റെ രക്തദാതാവ് വട്ടപ്പാറ സ്വദേശിയായ വിഷ്ണു വേണുഗോപാൽ. ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പുള്ളി ഒന്ന് കാണാനും. എങ്ങനെയാണ്, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എത്ര വയസ്സാണെന്നോ. ഒരു അസുഖം മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആളുടെ ലൈഫിന് മുന്നോട്ട് ആൾക്കുണ്ടാവുന്ന എല്ലാ സന്തോഷത്തിലും എനിക്കും അതിലൊരു വലിയൊരു സന്തോഷം ഉണ്ടാവും എപ്പോഴും. അത്രയും അമൂല്യമാണ് ആദിനാരായണനും കുടുംബത്തിനും ഈ കൂടിക്കാഴ്ച. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. ഈ ചേട്ടനെ കാണാൻ പറ്റുമെന്ന്, ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷയല്ല. അപ്പോൾ ഈ ഒരു ചേട്ടൻ അന്ന് അങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് ആ ചേട്ടൻ അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മാച്ച് കിട്ടിയെന്നൊന്നും വരില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചാലേ എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന്. എനിക്കൊരു പുതിയൊരു ഫാമിലി മെമ്പറിനെ കൂടെ എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച്. ദൈവത്തിന് തുല്യമായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും എൻ്റെ മോനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതിന് ഒരുപാട് സന്തോഷം. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവും. രക്തമൂലകോശദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ധാത്രി എന്ന സന്നദ്ധ സംഘടനയുടെ പരിപാടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.